DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ T20യിൽ ഇംഗ്ലണ്ട് അങ്ങനെ ആദ്യത്തെ വിജയം നേടിയിരിക്കുകയാണ്. അതായത് ഒരു ബോധോദയം ഉണ്ടായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ ഈ ബേസ്ബോളെന്നും കാര്യങ്ങളെന്നൊക്കെ പറയേണ്ട വലിയ അപ്രോച്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇന്ത്യയിൽ എടുത്തിട്ട് വന്നപ്പം ആദ്യത്തെ 2 മത്സരങ്ങളിൽ അവർക്ക് ഒരു പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരം ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മൾ ബേസ്ബോൾ അപ്രോച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യും, അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ വന്നത്, കടന്നുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗൊക്കെ അടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് കളി ഇടയ്ക്ക് വെച്ച് പോകുമ്പോഴും അത് മാറ്റാനായിട്ടുള്ളൊരു ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി ബേസ്ബോൾ അപ്രോച്ച് കളിക്കുകയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വിക്കറ്റ് പോയിട്ടും ഇനി അടിക്കാതിരുന്നാൽ എങ്ങനെയാണ്? അപ്പം അതൊക്കെ കൊണ്ടിട്ട് അവർ ആകെപ്പാടെ ഒരു പ്രഷറിലായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഇപ്പം നിങ്ങൾ എത്ര വലിയ ബേസ്ബോൾ ആയാലും അതും എന്താ പറയുന്നത്, ഇപ്പൊ ഈ ബേസ്ബോളിന്റെ അപ്രോച്ചും നമ്മുടെ ഇന്ത്യയുടെ അപ്രോച്ചും നമ്മളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മൾ അതിനെപ്പറ്റി ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും കുറച്ചൊന്ന് സ്റ്റാൻഡ് ചെയ്ത് കളിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയുടെ അടുത്ത് വരുമ്പം തീർച്ചയായിട്ടും ആ ബേസ്ബോൾ അപ്രോച്ച് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ദിവസം എങ്ങനെയാണോ കളി പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ കളി പോകേണ്ടത്, ആ രീതിക്ക് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഇന്ത്യയുടെ അടുത്ത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങൾ എവിടെ വേണേലും ഏത് ടീമിന്റെ അടുത്ത് വേണേലും എന്ത് വേണേലും കാണിച്ചു, അതൊരു പ്രശ്നമായിട്ട് ഒരിക്കലും വരുത്തില്ല. പക്ഷേ ഇന്ത്യയുടെ അടുത്തിട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ ബേസ്ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതെന്തായാലും 2 മത്സരം കൊണ്ട് ഇംഗ്ലണ്ടിന് മനസ്സിലായിട്ടുണ്ട്. ഈ പ്രാവശ്യം ഈ 2 മത്സരങ്ങളിൽ വെച്ചിട്ടും ഏറ്റവും നല്ല ഒരു ബാറ്റിംഗ് എന്താ പറയുന്ന ഒരു സപ്പോർട്ട് ചെയ്തൊരു പിച്ച് തന്നെയായിരുന്നു. പക്ഷെ അവിടെ ഇതിലും കൂടുതൽ റൺ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ത്യൻ ബോളേഴ്സ് അവിടെ നല്ല രീതിയിൽ തന്നെ എറിഞ്ഞു. അതുകൊണ്ട് തന്നെ 171 റൺസാണ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇംഗ്ലണ്ടിന് ജയിക്കാൻ അത് തന്നെ മതിയായിരുന്നു. അപ്പൊ ഈ 171 എത്തുക എന്ന് പറയുന്നത് ഈ ബേസ്ബോൾ അപ്രോച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ മത്സരത്തിൽ ഒരു ബേസ്ബോൾ അപ്രോച്ചാണ് എടുത്തതെന്ന്? ഒരിക്കലും അല്ല. വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം ആദ്യത്തെ 3 ഓവറും 4 ഓവറും ഒക്കെ വരെയും വളരെ നൈസായിട്ട് തന്നെയാണ് അവർ കളിച്ചു തുടങ്ങിയതൊക്കെ. പിന്നെ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോഴൊക്കെയും ഒരു ഓവർ അല്ലെങ്കിൽ കുറച്ച് ബോളുകൾ നിന്നതിന് ശേഷം മാത്രമേ അവരൊരു അറ്റാക്കിലോട്ട് കടന്നിട്ടുള്ളൂ. പിന്നെ അവസാനം ലിവിങ്സ്റ്റൺ മാത്രമാണ് ആ ബേസ്ബോൾ അപ്രോച്ച് കുറച്ചെങ്കിലും പുറത്തെടുത്തത്. കാരണം അദ്ദേഹത്തിന് പിന്നെ ഫ്രീ ആണ്, മനസ്സിലായി, വിക്കറ്റുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ബാറ്റ്സ്മാൻമാരെല്ലാം പോയി, ഇനിയുള്ളത് ബോളേഴ്സ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഹിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാത്രമാണ് അങ്ങനെ ഒരു ബേസ്ബോൾ അപ്രോച്ച് നമുക്ക് പറയാൻ പറ്റുന്നിട്ടുള്ളൂ, ആ ഒരു കുറച്ച് അവസാന ഓവറുകളിൽ മാത്രം. അതുകൊണ്ട് തന്നെ ലിവിങ്സ്റ്റൺ 24 ബോളിൽ 43 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബെൻ ഡക്കറ്റ് പതിവിൽ വിപരീതമായിട്ട് ഈ മത്സരത്തിൽ കളിച്ചു. അതായത് ഈ കഴിഞ്ഞ 2 മത്സരങ്ങൾ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം നല്ലൊരു മികച്ച ഇന്നിങ്സ് കളിച്ചു. 28 ബോളിൽ 51 റൺസ് അദ്ദേഹത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ്സ്റ്റണിന്റെയും ആ ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെ 171 നല്ലൊരു സ്കോറിലോട്ട് എത്താൻ കഴിഞ്ഞു. എടുത്തു പറയേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് നേട്ടത്തിലോട്ട് എത്തി എന്നുള്ളതാണ്. അത് വളരെ പ്രശംസനീയമാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ബോളിംഗ് പിച്ച് അല്ല, അല്ലേ, നമുക്കറിയാം. അപ്പൊ അവിടെ പ്രത്യേകിച്ച് സ്പിന്നർ ആയിട്ടുള്ള ചക്രവർത്തി ഇത്രയും നല്ലൊരു പെർഫോമൻസ്, 4 ഓവറിൽ 24 5 വിക്കറ്റ് ആ ഒരു പ്രകടനം നടത്തിയത് വളരെ അഭിനന്ദനാർഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറുപടി ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഒരു ഇടത്ത് പോലും ഇന്ത്യക്കൊരു മേൽക്കൈ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ ബോളേഴ്സ് നല്ല രീതിയിൽ തന്നെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ സൂര്യകുമാർ യാദവ് നമ്മുടെ ഇന്ത്യൻ ബോളേഴ്സിന് നല്ല രീതിയിലാണ് ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ വേണ്ടത് അത് നമുക്ക് അവസാനത്ത് പറയാം. കുറച്ച് പ്ലസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് അവസാനത്തേക്ക് പറയാം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ത്യയുടെ ബാറ്റിങ്ങിനോട് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഒരു നിലയിൽ പോലും ഇന്ത്യക്ക് മേൽക്കൈമ ഉണ്ടാകാൻ അല്ലെങ്കിൽ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അത് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ട് അത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നല്ല രീതിയിൽ തന്നെ ജെയ്മി ഓവർട്ടൺ 3 വിക്കറ്റ് നേടിയ ഒരു പ്രകടനം നല്ലൊരു കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ബെയ്ഡൻ കാസ് 2 വിക്കറ്റുകൾ നേടി. ജോഫ്ര ആർച്ചർ 2 വിക്കറ്റുകൾ നേടി. എല്ലാവരും നല്ലപോലെ അറിഞ്ഞു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ആദിൽ റഷീദിന്റെ ഒരു പ്രകടനം തന്നെയാണ്. അദ്ദേഹം ഏകദേശം 4 ഓവറിൽ കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെ തന്നെയാണോ അതേപോലെ തന്നെയാണ് ഈ ഒരു ബോളിംഗ് പിച്ചിലും ബാറ്റിംഗ് പിച്ചിലും അദ്ദേഹം പുറത്തെടുത്ത പ്രകടനം. അതായത് ഏകദേശം 4 ഓവറിൽ 15 റൺസ് മാത്രമാണ് വിട്ട് കൊടുത്തിട്ടുള്ളത്, 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അപ്പം വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ്. വിക്കറ്റുകൾ അധികം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം റണ്ണ് കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നത് വളരെയധികം ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ വളരെ മികച്ച രീതിയിൽ തന്നെ ഇംഗ്ലണ്ട് ബോളേഴ്സ് പന്തെറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ഇപ്പൊ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. ഹാർദിക് പാണ്ഡ്യ 40 റൺസ് എടുത്തെങ്കിൽ പോലും ഒരു സെൻസിബിൾ ഇന്നിങ്സിലോട്ട് വന്നതാണ്. പക്ഷെ 35 ബോൾ 40 റൺസാണ്. അത് വളരെയധികം
ഒരു പ്രഷർ ഉണ്ടാകുന്ന സിറ്റുവേഷനോട്ട് കടന്നു പോയി. ആദ്യം അനാവശ്യമായിട്ട് കുറെ സിംഗിൾസ് പോലും എടുക്കാണ്ട് അനാവശ്യമായിട്ട് കുറെ ഈ പറയുന്ന പോലെ ബോളുകൾ ഡോട്ട് ബോൾ ആക്കിയിട്ടുണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യ. അപ്പം എന്തായാലും നമ്മൾ കളി എത്ര റൺസിനാണ് 26 റൺസിന് നമ്മൾ എന്തായാലും പരാജയപ്പെട്ടു. എന്തായാലും നമുക്കറിയാം ഇംഗ്ലണ്ട് ഏത് സമയത്തും തിരിച്ചു വരാൻ ശക്തർ തന്നെയാണ്. അപ്പൊ ബേസ്ബോൾ അപ്രോച്ച് അവരുടെ ബാറ്റിംഗിന്റെ ശൈലിയിൽ അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബോളിങ്ങിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്തതിന്റെ ഒരു ബലം അവർക്ക് കണ്ടു തുടങ്ങി. അതുപോലെ തന്നെ ബേസ്ബോൾ അപ്രോച്ചോടെ മാറ്റി വെച്ച് എങ്ങനെയാണ് ഒരു കളി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആ രീതിയിൽ കളിച്ച് വന്നപ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ബേസ്ബോൾ അപ്രോച്ച് കളിക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ആദ്യം തുടക്കം അങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടേണ്ട അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു രീതിയിൽ തന്നെ തുടരാം. പക്ഷെ എവിടെയെങ്കിലും ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ വീണ്ടും ബേസ്ബോൾ അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കാണ്ട് നിങ്ങൾ ആ കളിയെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എന്താ പറയുക നിങ്ങളുടെ അതുവരെയുള്ള പ്ലാനിങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കളിക്കാൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പം പിന്നെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ ആദ്യം തന്നെ സഞ്ജു സാംസന്റെ ആ ഒരു ക്യാച്ച് തന്നെയാണ് അല്ലെ. അതും ബട്ട്ലറിന്റെ ആ ഒരു ക്യാച്ച് റിവ്യൂ കൊടുത്തത് അതൊരു വളരെ മികച്ചൊരു ഒരു ക്യാച്ച് തന്നെയാണ്. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു ക്യാച്ചാണ്. കമന്റേറ്റേഴ്സൊക്കെ അത് എപ്പോഴും എടുത്തു പറയുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു എഡ്ജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ചെയ്ത നമ്മുടെ ചക്രവർത്തി പോലും ആ സമയത്ത് തിരിച്ചറിഞ്ഞില്ല അങ്ങനെ ഒരു വിക്കറ്റ് ഉണ്ടെന്നുള്ളത്. പക്ഷെ കൃത്യമായിട്ട് തന്നെ സഞ്ജു സാംസൺ അത് സ്പോട്ട് ചെയ്തു, അത് റിവ്യൂവിന് കൊടുത്തു, അങ്ങനെ ആ വിക്കറ്റ് നേടി. അത് വളരെ മികച്ചൊരു മൊമെന്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഹാരി ബ്രൂക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അധികം ശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. IPL-ലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ടല്ലാതെ ഇതേവരെയും അദ്ദേഹത്തിന് ഇന്ത്യൻ മണ്ണിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് കളിക്കേണ്ടത് എന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. ലക്ക് തീരെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഈ കളിയിലാണെങ്കിൽ തന്നെയും വിഷ്ണുയുടെ ഒരു എന്താ പറയുന്ന ഒരു ബോളില് അദ്ദേഹം ഔട്ടായി. അതായത് ഓഫ് സ്റ്റമ്പിന് വെളിയിൽ വന്നൊരു ബോളാണ്, ഗൂഗിളിയാണ് എറിഞ്ഞെങ്കിൽ പോലും അത് എഡ്ജ് അടിച്ചിട്ട് സ്റ്റമ്പേ കയറുന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ടാണ് ഹാരി ബ്രൂക്കിന്റെ എത്തിയത്. അപ്പം ഹാരി ബ്രൂക്ക് കുറച്ചുകൂടെ ഈ പറയുന്നുള്ളൊരു എന്താ പറയുക ശ്രദ്ധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ടീമിൽ ചിലപ്പോൾ ഇനിയും ഇടം നേടിയില്ല എന്ന് തന്നെ വരും. അപ്പം പിന്നെ എടുത്തു പറയാനുള്ളത് ധ്രുവ ജൂറലിന്റെ ഫീൽഡിംഗ് ആണ് കേട്ടോ. അദ്ദേഹം വളരെ എനർജറ്റിക് ആണ്, എവിടെയും നമുക്ക് കാണാൻ പറ്റും. അത്രയും എവിടെയും നല്ല ജില്ലായിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡിംഗ് തന്നെയാണ്. അദ്ദേഹം ഒരു കീപ്പർ ആണെങ്കിൽ പോലും അദ്ദേഹം എവിടെ നോക്കിയാലും അത്രയും പവർ പാക്കഡ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഫീൽഡ് ചെയ്യുന്നത്. വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ വളരെ ചത്ത് നിൽക്കാന്നൊക്കെ പറയത്തില്ല, അതേപോലെ തന്നെ ചത്ത് നിൽക്കുകയാണ് നമ്മുടെ ധ്രുവ ജൂറൽ. അതെനിക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ തോന്നി, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി നമുക്കറിയാം അദ്ദേഹത്തിന്റെ 4ാമത്തെ ഓവർ എറിയാൻ വരികയാണ്. 3/5 ഓവറായി, ഇനി ഒരു ബോളോടെ ഉള്ളൂ. പക്ഷെ 4 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ഒരു ബോളോടെ ഉണ്ട്, ഒരു വിക്കറ്റ് കിട്ടിയ 5 വിക്കറ്റ്. അങ്ങനത്തെ ഒരു നിലയിലാണ് അദ്ദേഹം ഈ പറഞ്ഞ ആർച്ചറിനെ കിട്ടുക്കുന്നൊരു എന്താ പറയുക ഗൂഗിളിലൂടെ പുറത്താക്കി 5 വിക്കറ്റ് നേടുന്നത്. അതായത് 4ാമത്തെ ഓവറിലെ ലാസ്റ്റ് ബോളിലാണ് അദ്ദേഹം 5 വിക്കറ്റ് നേടുന്നത്. വളരെ എന്താ പറയുക പ്രശംസനീയമാണ്. അദ്ദേഹം നമ്മൾ ഒരു തവണ പറഞ്ഞു തരുന്നു. ആ 5 വിക്കറ്റ് പ്രകടനം വളരെ മികച്ചത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് നമ്മൾ മുമ്പേ പറയാൻ വേണ്ടി തുടങ്ങിയതാണ്. അദ്ദേഹം ബോളേഴ്സിനെ ഈ പറയുന്ന മിക്സ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന രീതി നമുക്കറിയാം. 4 സ്പിന്നേഴ്സ് ആണ് നമുക്കുള്ളത്, 2 പേസ് ബോളേഴ്സ് ഉണ്ട്. ഇവരൊക്കെ മിക്സ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓവർ കൊടുക്കുന്ന രീതി വളരെ ഈ പറയുന്ന പോലെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു രീതിയിൽ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ സൂര്യകുമാർ യാദവ് വേറെ ലെവലിൽ തന്നെയാണ്. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേനും സഞ്ജു വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഷോർട്ട് ബോളുകളിൽ നിരന്തരമായിട്ട് ഔട്ടാകുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. പ്രത്യേകിച്ച് പേസ്, നല്ല രീതിയിലുള്ള ഒരു പേസ് വരുമ്പോഴത്തേനും അവിടെ ടൈമിങ് കിട്ടാൻ സഞ്ജു വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഫ്രസ്ട്രേറ്റഡ് ആകാതെ മൈൻഡ് കുറച്ച് റിലാക്സ് ആക്കി വെക്കുന്നത് സഞ്ജുവിന് എപ്പോഴും നല്ലതാണ്. കാരണം ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണി വാളാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. തുടർന്നുള്ള ഇന്നുള്ള 2 മത്സരങ്ങളിലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ മൈൻഡ് കുറച്ച് കൂളാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പറഞ്ഞ ആർച്ചറും വുഡ് എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു പ്രഷർ എനിക്കൊന്ന് എല്ലാ കളിയിലും ആർച്ചറിന്റെ ബോളിലാണ് പുറത്തായിരിക്കുന്നത് സഞ്ജു വളരെ ചുരുക്കം റൺസിൽ. അപ്പൊ ആ ഷോർട്ട് ബോളിന്റെ ആ ഒരു കുഴിയിൽ നിന്നും സഞ്ജു തിരിച്ച് കയറി വരേണ്ട അത്യാവശ്യമാണ്. പക്ഷെ വളരെ കൂളായിട്ട് തന്നെ മൈൻഡിനെ സെറ്റാക്കി വെക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യം. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അഭിഷേകിന്റെ ആ ഒരു ക്യാച്ച് ആർച്ചർ എടുത്തത് വളരെ മികച്ചൊരു ക്യാച്ചായിരുന്നു. അത് പറയുമ്പോഴാണ് ഇംഗ്ലണ്ടിന്റെ ഇത്തവണത്തെ ഫീൽഡിംഗ് ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഒറ്റ ക്യാച്ച് പോലും കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത്രയും നല്ല രീതിയിലുള്ള ഒരു ഫീൽഡിംഗ് ആയിരുന്നു ഇത്തവണ ഒരു കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞാൽ അധ്വാനിച്ചെടുത്തൊരു വിജയം തന്നെയാണ് ഇംഗ്ലണ്ട്, ആ കാര്യം പറയാതിരിക്കാൻ കഴിയത്തില്ല. അപ്പം ആ അഭിഷേകിന്റെ ക്യാച്ച് പുറകിലോട്ട് ഓടിയിട്ടാണ് ആർച്ചർ ആ ക്യാച്ച് എടുത്തത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാച്ച് തന്നെയാണ്. അതുപോലെ തന്നെയാണ് സൂര്യകുമാറിന്റെ ക്യാച്ചും ഈ പറയുന്ന പോലെ സാൾട്ട് എടുത്തത്. അത്രയും ഹൈറ്റിൽ പോയൊരു ക്യാച്ച് ജഡ്ജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്
സൾട്ട് വിദഗ്ധമായിട്ട് തന്നെ കൈകളിൽ ഒതുക്കി എന്നുള്ളതാണ്. അപ്പം കാരണം അത് ഓർക്കണം, വുഡിന്റെ പന്തിലാണ് സൂര്യകുമാർ അടിക്കുന്നത്. അപ്പം അത് അത്രയും കിളന്നു പോയിട്ട് അത് ജഡ്ജ് ചെയ്യാനായിട്ട് എന്താ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് കമന്റേറ്റേഴ്സ് അത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ ഒരു ക്യാച്ചിന്റെ ഇമ്പോർട്ടൻസും ആ ഒരു ക്യാച്ചിന്റെ ആ ഒരു ബ്രില്യൻസും. അപ്പം പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യക്കും ഒക്കെ ആണെങ്കിലും പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ട് ശക്തമായിട്ട് തന്നെ ഒരു നിലയിൽ പോലും വിട്ടുകൊടുക്കാണ്ട് തന്നെ അധ്വാനിച്ച് പിടിച്ചെടുത്തൊരു വിജയം തന്നെയാണ് അത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്, ആ ഒരു ഫൈറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളും പ്രതീക്ഷിക്കുന്നത്. അടുത്ത കളി എന്തായാലും പൊടി പറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ആ ഒരു മത്സരത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം.